നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വിലയിടിവ് തുടരുമ്പോൾ നാട്ടിലേക്ക് പണമയക്കാനുള്ള തിരക്കിൽ പ്രവാസികൾ. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഒരു ഡോളറിന് 81 രൂപ 85 പൈസ എന്ന നിലയിലേക്ക് എത്തി. ഇന്ത്യൻ രൂപ വലിയ ഇടിവ് നേരിടുമ്പോൾ ഈ സാഹചര്യം മാക്സിമം പ്രയോജനപ്പെടുത്തുകയാണ് പ്രവാസികൾ. ഇന്ത്യൻ രൂപയ്ക്കെതിരെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിലയിൽ ഗൾഫ് കറൻസികൾ എത്തിയതോടെ നാട്ടിലേക്ക് പണം അയക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്ന തിരക്കിലാണ് പ്രവാസികൾ. സമീപകാലത്തെ ഏറ്റവും ഉയർന്ന വിനിമയ നിരക്കാണ് ഇന്നലെ ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങളിൽ ലഭിച്ചത്. ഒരു ഒമാനി റിയാലിന് 212 രൂപ 49 പൈസയാണ് ഇന്ത്യൻ രൂപയുടെ വില. അതായത് നാട്ടിലേക്ക് നിങ്ങൾ ഒമാനി റിയാൽ അയച്ചാൽ നാട്ടിൽ അതിന്റെ മൂല്യം നിങ്ങൾക്ക് 212 രൂപയോ കൂടുതലോ ആയിരിക്കും. ഒമാനി റിയാലിന്റെ വിനിമയ നിരക്ക് ഉയർന്നതോടെ ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസികൾ പണം ചെലവഴിക്കാൻ മടിക്കുകയാണ്. തങ്ങളുടെ വരുമാനത്തിന് ഉയർന്ന മൂല്യം ലഭിക്കുന്നതിനാൽ കൂടുതൽ പണം നാട്ടിലേക്ക് അയക്കുകയാണ് ഇപ്പോൾ പ്രവാസികൾ. ഒരു റിയാലിന് 206 രൂപയിലധികമാണ് കഴിഞ്ഞ കുറേ ദിവസമായി ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവർക്ക് ലഭിക്കുന്നത്. അതിനാൽ അനാവശ്യ ചെലവുകൾ പരമാവധി ഒഴിവാക്കി പലരും പണം നാട്ടിലേക്ക് അയക്കുകയാണ്. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളുടെ കറൻസികളുമായും റിയാലിന്റെ വിനിമയ നിരക്ക് കുത്തനെ ഉയർന്നിട്ടുണ്ട്. ഇതോടെ ഈ രാജ്യങ്ങളിലേക്കുള്ള പണത്തിന്റെ ഒഴുക്കും വർദ്ധിച്ചു. ഇതുമൂലം കുറേ ആഴ്ചകളായി സ്ഥാപനങ്ങളിൽ തിരക്ക് കുറവാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. നാട്ടിലേക്ക് പണം അയക്കാൻ കരുതിയിരുന്നവരെല്ലാം വിനിമയ നിരക്ക് റിയാലിന് 200 രൂപയിൽ എത്തിയപ്പോൾ തന്നെ നാട്ടിലേക്ക് അയച്ചിരുന്നു. ബാക്കിയുള്ളവർ അടുത്ത ദിവസങ്ങളിൽ അയച്ചു കഴിഞ്ഞതോടെ വിനിമയ സ്ഥാപനങ്ങളിൽ തിരക്കും കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ബാങ്ക് വായ്പയും മറ്റുമുള്ളവർക്ക് വിനിമയ നിരക്ക് ഉയർന്നത് വലിയ അനുഗ്രഹമായി. പലരും കഴിയുന്നത്ര പണം സ്വരൂപിച്ച് നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ. ചരിത്രത്തിൽ ആദ്യമായി ഖത്തർ റിയാലും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള വിനിമയ മൂല്യം 22 രൂപ കടന്നു. 2020 മാർച്ചിലാണ് രൂപയും റിയാലും തമ്മിലുള്ള വിനിമയ മൂല്യം 20 രൂപയായത്. ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ ഇത് 21ലേക്ക് എത്തി. ഗൾഫ് കറൻസികളുടെ എല്ലാം വിനിമയ മൂല്യം ഉയർന്നിരിക്കുകയാണ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെയാണ് ഗൾഫ് കറൻസികളുടെ മൂല്യം വർദ്ധിക്കാൻ തുടങ്ങിയത്. ഒരു UAE ദിർഹത്തിന് 22 രൂപ 28 പൈസ എന്ന തലത്തിലേക്ക് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നു. ഒരു സൗദി റിയാലിന് 21 രൂപ 77 രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. ഖത്തർ റിയാൽ 22 രൂപ 41 പൈസ. ഒരു ബഹ്റൈൻ ദിനാറിന് 217 രൂപ ലഭിക്കും. കുവൈറ്റ് ദിനാറിന്റെ മൂല്യം 264 രൂപയ്ക്ക് മുകളിൽ എത്തി. ഒമാൻ റിയാൽ മൂല്യം 212 രൂപ കടന്നു. കുറച്ച് ദിവസങ്ങളായി ഷോപ്പുകളിൽ തിരക്ക് കുറവാണെന്ന് ഒമാനിലെ റൂവിയിൽ മൊബൈൽ കടകൾ നടത്തുന്നവർ പറയുന്നു. മുൻകാലങ്ങളിൽ എന്ത് പ്രതിസന്ധിയുണ്ടായാലും മൊബൈൽ കടകളിൽ തിരക്ക് അനുഭവപ്പെടാറുണ്ടായിരുന്നു അത്രേ. പുതിയ മൊബൈൽ ഫോണുകൾക്കും അനുബന്ധ ഉപകരണങ്ങൾക്കും എപ്പോഴും ആവശ്യക്കാരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്തരക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്ന് റൂവിയിലെ ചെറുകിട വ്യാപാരികൾ പറയുന്നു. മറ്റ് മേഖലകളിലെ വ്യാപാരത്തെയും വിനിമയ നിരക്ക് ബാധിച്ചിട്ടുണ്ട്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് കാര്യമായി വിറ്റഴിക്കപ്പെടുന്നത്. അതിൽ തന്നെ പലരും ഓഫറുകൾ നോക്കിയാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വ്യാപാര സ്ഥാപനങ്ങൾ ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഒക്കെ നൽകുന്നുണ്ട്. എങ്കിലും വിപണിയിൽ കാര്യമായ ചലനങ്ങളൊന്നുമില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഉൽപ്പന്നങ്ങളുടെ വില ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിനോക്കി ഇന്ത്യയിലെ വിലയുമായി താരതമ്യം ചെയ്യുന്നവരും നിരവധിയാണ്. വാട്സാപ്പ് അടക്കമുള്ള സംവിധാനമുള്ളതിനാൽ നാട്ടിലെ വില അറിയാനും എളുപ്പമാണ്. അതിനാൽ നാട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാമെന്ന് കരുതി പോകുന്നവരും ധാരാളമുണ്ട്. ഒമാനിലെ പ്രധാന ഹൈപ്പർ മാർക്കറ്റുകളുടെയും മറ്റും ശാഖകൾ നാട്ടിൽ പരക്കെയുള്ളതിനാൽ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാമെന്ന് കരുതുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അതേസമയം വിനിമയ നിരക്ക് ഉയർന്നത് പ്രവാസികളിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാൻ സഹായകമായിട്ടുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഏതായാലും രൂപയുടെ വിലയിടിവ് പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള തിരക്കിലാണ് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.